ഗൈസ്, അപ്പം നമ്മൾ ഒരു യാത്ര പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ അതായത് ഇവിടുത്തെ ചക്കയിൽ ഈ ചക്കപ്പശ അരണയുടെ മേത്തായിട്ട് നമ്മൾ അരണയുടെ പശ കളഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് മേത്തായ പശകൾ കളഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഓൾമോസ്റ്റ് പശയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, ചക്ക പറിച്ച് കസിൻ്റെ വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ചക്കപ്പശയിൽ എന്തോ കിടന്ന് അനങ്ങുന്നത് കാണുന്നത്. അപ്പോഴേക്ക് ഏട്ടൻ അതിന് ഒരു സ്റ്റിക്കും പേപ്പറും കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നതുണ്ട്. അങ്ങനെ കയ്യിലിരുന്ന് ഫോൺ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ദേവ സ്കൂളിലിട്ട് വരുമ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ഇതെന്തെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് അരണക്കുഞ്ഞാണ് കേട്ടോ, ജനിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നപ്പോൾ ഏട്ടനതിന് പാവം തോന്നിയിട്ട് രക്ഷപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഒരു പേടിയുണ്ട്, അരണ കടിച്ചാൽ മരണം എന്നൊക്കെ പറയാനുണ്ട്. എങ്കിലും ഏട്ടൻ ട്രൈ ചെയ്ത് നോക്കാം, ഒരു ജീവനല്ലേ എന്ന് വെച്ചിട്ട്. ഞങ്ങൾ തുടങ്ങി വെളിച്ചെണ്ണ ഒഴിച്ച് പതിയെ ക്ലീൻ ചെയ്യാൻ നോക്കി. അപ്പോൾ പശ റിമൂവ് ആവുന്നത് പോലെ തോന്നി. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഓരോ ഭാഗം ക്ലീൻ ചെയ്തു എടുത്തുകൊണ്ടിരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ഞായതുകൊണ്ട് തന്നെ സമയം ഒരുപാട് എടുക്കുന്നുണ്ട്, അപ്പോൾ ക്ഷമ വേണം. അതങ്ങനെ അനങ്ങാണ്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അവന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സേഫ് ആയതുകൊണ്ട് നമ്മുടെ വർക്ക് എളുപ്പമായി. ഇട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല. പിന്നെ കുറച്ച് ധൈര്യം കൂടി വേണം. ഏട്ടനതുണ്ട്, പക്ഷേ എനിക്കതില്ല. അത് കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ ഏട്ടൻ്റെ മനസ്സ് എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ ഓരോ പാവങ്ങളൊക്കെ ഇങ്ങനെ രക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കൂടുതലും താല്പര്യമൊക്കെ ചെയ്യണേ. എണ്ണ കേട്ടോ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പതിയെ പതിയെ ഗ്ലേസിങ്ങിൻ്റെ ഇത് വന്നു കഴിയുമ്പം ഒരു സോഫ്റ്റ്നെസ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതിയെ ഇങ്ങനെ പശ റിമൂവ് ആവുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്, അത്രയും പശ പോയി കാരണം. പിന്നെ വെളിച്ചെണ്ണയിൽ കുളിപ്പിച്ചെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പതിയെ പിടിക്കാൻ കൂടിയില്ല, കാരണം കുഞ്ഞല്ലേ. അപ്പോൾ ആ സൈഡിൽ മാത്രം, തലയ്ക്കല്ല സൈഡിൽ മാത്രം ഇതാക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു പല്ലിക്കുഞ്ഞിൻ്റെ അത്രേ ഉള്ളൂ പാവം, എന്നാലും അത് സഹിച്ച് പിടിച്ചിരിക്കാൻ കണ്ടിട്ട് വിഷമമായി വീണ്. രക്ഷപ്പെടുത്തിരിക്കടാ, പശ കളഞ്ഞില്ലേ? വെളിച്ചെണ്ണ ഇട്ടിട്ടല്ലേ, കുഞ്ഞല്ലേ ബേസ്. ഞാൻ നടക്കാനും കൂടി പറ്റുമോ നോക്കണം. വെച്ചോക്കെ. റെഡിയായി. എവിടെയാ ആ കാലുകളുടെ ഫ്രണ്ടിലത്തെ കാല് കാണില്ലല്ലോ. ഇതാ നടന്നേടോ ഒന്ന്. റെഡിയായി കുട്ടപ്പനായിട്ടാ. ഇനി ഇതുപോലെ ഒന്നും വീഴല്ലേ, കുഞ്ഞല്ലേ. തുണിക്കഷ്ണം പോയി എടുക്കാം. കുഞ്ഞിനെ നമ്മളിതേ ഇങ്ങനത്തെ ഒരു ചെറിയൊരു അക്കോറയത്തിൽ കൊണ്ടുവന്നിട്ടേക്കാണ്. ഈ അരണക്കുട്ടൻ റെഡിയായി. ഇനി നമുക്ക് ഇതിനെ അക്കോറയത്തിലോട്ടാക്കാം. അവൻ്റെ ഇവിടെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് അതിനെ കുറച്ച് നേരം ആക്കിയാണ് എല്ലാ സാധനവും കാക്കയൊക്കെ കൊത്തിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടി. ഇവിടെ കിടന്നോട്ടോ, നീ റെഡി ആകുമ്പോൾ നിന്നെ ഞാൻ പുറത്തോട്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ പറ്റി അറിയണേനെ കുളിപ്പിച്ച പോലെ കിടത്തിയേക്കാണ്. ഓക്കെ എന്നാ ബൈ.